guys, welcome back to our channel. അപ്പോൾ guys, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബ്രേസ്ലെറ്റ് ചലഞ്ച് ആണ്. നൂലൊക്കെ നമ്മുടെ കയ്യിൽ. എന്റെ അമ്മയാണ് ജഡ്ജ്. അതായത് ജഡ്ജ്. ബോക്സും ഉണ്ട്, അതില് മുത്തിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മള് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് എത്ര മാർക്ക് വരുന്നു ഞങ്ങൾ അമ്മത്താരോട് ചോദിക്കും. എന്നിട്ട് ഓരോരുത്തർക്കും കിട്ടുന്ന മാർക്ക് വെച്ചിട്ട് പിന്നെ ഈ വീഡിയോയില് ഞങ്ങള് വീട്ടില് ശരിക്കും എങ്ങനെയാണെന്നും കൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത്. ശരിക്കത്തെ വൈക ദേവു വേറെ ടൈപ്പ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മള് ഫുൾ നാച്ചുറൽ റിയാക്ടിങ് ആയിരിക്കും. ഞങ്ങൾക്ക് 3 പേരും ഈ തീംസ് എടുത്തിട്ടുണ്ട്, കളർ തീംസ്. ഞാൻ യെല്ലോ ആണ്, പർപ്പിൾ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. 3, 2, 1 സ്റ്റാർട്ട്. പേരൊന്നും നമ്മൾ എഴുതുന്നില്ല കേട്ടോ. ലോക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് ഈ ലോക്കറ്റാണ് എടുത്തത്. ഞാനും ഇതന്നെ എടുത്തിരിക്കുന്നത്. ഞാനും അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരേ ലോക്കറ്റ് ഒക്കെയാണ്, പക്ഷെ കളർ തീമ വേറെ കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയട്ടോ. അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് ഇതില് ബ്ലൂ കളർ മുത്ത് ഇങ്ങനെ പേൾസ് പോലെ ദേവിച്ച് ചനച്ച പോലത്തെ ഇങ്ങനെ പേൾസ് പോലെയുള്ള മുത്തുകൾ വളരെയധികം കുറവാണ്. നമ്മള് പർപ്പിൾ തീം അല്ല എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാം മിക്കതും പർപ്പിൾ ആയിരിക്കണം. പിന്നെ എല്ലാത്തിലൂടെയും വൈറ്റ് ചേർക്കാം. വൈറ്റ് മുത്തതിൽ കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് വൈറ്റ് കുറച്ചുകൂടെ ക്യൂട്ട്നെസ് എല്ലാത്തിനും കൂടെ വൈറ്റ് ചേരുമല്ലോ. അതുകൊണ്ട് നമുക്ക് വൈറ്റ് ചേർക്കാം അതിന്റെ കൂടെ. പിന്നെ ഞാൻ ഈ റോസ് ആണ് എടുക്കുന്നത്. റോസ് അത് പച്ചയല്ലേ? എനിക്ക് തോന്നുന്നു. നമ്മൾ നൈസ് അങ്ങനെ കേറ്റി ഇങ്ങനെ വിടണം. എന്റെ നേരത്തെ ഇട്ടത് തലകുത്തി പോയി. അതുകൊണ്ട് ഞാൻ വൈകിപ്പോ നൈസാ കേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഞാൻ എന്റെ ഈ റോസ് ഒന്ന് ഇട്ട് തീർക്കട്ടെ. ഗൈസ്, ഞാൻ ഇവിടെ മിഠായികൾ എടുത്തിട്ടുണ്ട് 2. ചോക്ലേറ്റ് എന്റെ എത്രയായി? അപ്പൊ തന്നെ എത്രയായി? അപ്പൊ നമ്മള് എടുക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി വേണ്ടേ? നമുക്കിത് കൊള്ളാല്ലേ? ഇത് ടയറാണോ എന്ത് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് എന്താന്ന് സത്യം പറഞ്ഞത് മനസ്സിലായി. അതെ, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അതെ കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ സൈഡിൽ കാണുന്നത് ക്ലിക്ക് ചെയ്യുക, ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഫ്ലവർ ആണ് എടുക്കുന്നത്. ക്യൂട്ട് ഫ്ലവർ. ഹോട്ടൊക്കെ കൊടുത്തിട്ട് ഈ സ്റ്റാറിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഇടക്കിടക്ക് എനിക്ക് ഈ ബോക്സ് മാറി പോകാറുണ്ട്. അതോ ഫുള്ള് മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. കണ്ടുപിടിക്കാൻ ഞങ്ങളാണ് ഇതില് പണിയുന്നത്. അതുകൊണ്ട് പിന്നെ ചിലപ്പോ അങ്ങനെയൊക്കെ മിക്സ്ഡ് ആയ ആ ഭാഗത്ത് ഇരുന്നാലേ അതിൽ അത്ഭുതമുള്ളൂ. ഒരു കാര്യമുണ്ട്, ഞങ്ങളില്ല ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ദേവും വൈകി ഇങ്ങനെ തിരിഞ്ഞു വെക്കണം ബാക്കി. എന്നിട്ട് ഞാൻ അങ്ങനെ കൊണ്ട് കാണിക്കും. എന്നിട്ട് ഞങ്ങള് 2 അങ്ങനെയാണ് ഇപ്പോ ഞങ്ങളെ നിങ്ങളിലെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അതെ, അന്നത്താരക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് ഈ സ്റ്റാർ എടുത്തു. നല്ല ക്യൂട്ടാണ്, യെല്ലോ കളറാണ്. അത് ക്യാമറയ്ക്ക് അധികം ക്ലാരിറ്റി ഇല്ല. ആയതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ തീമിന്റെ ചിപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു വൈറ്റ് എടുത്തിട്ടില്ല അല്ലേ? അപ്പൊ അടുത്ത വൈറ്റ്. ഒരു മിനിറ്റ്, ഞാനിപ്പോ ഞാന് ഒരു ഞങ്ങളുടെ അമ്മമ്മ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഹാർട്ട് ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പൊ നമുക്കൊരു വൈറ്റ് ഹാർട്ട്, 1 2 ഞാൻ പർപ്പിൾ തീമാണ് നോക്കുന്നത്. വൈറ്റ് ഹാർട്ട് നിങ്ങൾ ലൈക്ക് ചെയ്താൽ ഇങ്ങനെ വൈറ്റ് ഹാർട്ട് വരും. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ലൈക്ക് വൈറ്റ് ഹാർട്ട് അല്ല, തംസ് അപ്പ്. നിങ്ങൾ അതൊക്കെ ഒന്ന് വൈറ്റ് ആക്കണേ. അതെ, വൈറ്റ് ആക്കണം. സബ്സ്ക്രൈബും തംസ് അപ്പ് ഒക്കെ ഒന്ന് വൈറ്റ് ആക്കണം.
നിങ്ങളെ കയ്യിൽ കാണുന്ന എന്തും അമർത്താം. അതെ അതെ, അവിടെ കണ്ട് ഡിസ്ലൈക്ക് ഒഴിച്ച് ബാക്കി എന്ത് വേണേലും നിങ്ങൾക്ക് അമർത്തും. പിന്നെതാ ഈ ടയർ ആണോ ഫുട്ബോൾ ആണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഗെയിം. ഇതാണ് ഞാൻ എടുക്കുന്നത്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കും. ഞങ്ങൾ ക്യാമറയ്ക്ക് നേരത്തെ എന്താ സ്പിന്നറിന് കാര്യം പറഞ്ഞില്ല, ആ സാധനം സ്പിന്നർ പമ്പരം. ഇപ്പൊ നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണ്. ഞങ്ങൾ നാളെ പോവുകയാണ്. അതെ, കാഞ്ഞിരത്താണ് ഇവരുടെ വീട്. ഇവർ അടുത്ത വർഷം ഇവിടെ ഞങ്ങളുടെ വീട് ഇവിടെ അട്ടപ്പാടിയാണ്. നിങ്ങൾക്ക് പാലക്കാട് അട്ടപ്പാടി അറിയുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അവിടെ താമസിക്കുന്നവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഞാനിവിടെ അട്ടപ്പാടിയിൽ തന്നെയാണ് താമസം. വൈകിട്ട് വേദന അച്ഛൻ്റെ വീട് കാഞ്ഞിരത്താണ്. അപ്പൊ അവരവിടെ പോകും. എന്റെ കൈസ് ഇത്രയായി. ഉള്ളത് കൂടുതൽ എൻ്റെ കൊണ്ട് കുറച്ച് വരുന്നുള്ളൂ. പിന്നെ നമ്മള് പന്ത് എടുക്കുന്നുണ്ട്. പന്തില് നമ്മള് വരയൊക്കെ എന്താ ചോക്ലേറ്റ് ഇട്ടില്ലല്ലോ. എന്റേതാ ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട്. വേദന ക്യൂട്ടായിട്ടോ. നമ്മള് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തും എടുക്കാം. അതുകൊണ്ട് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എന്തും അമർത്താം. ഞാന് എന്താ അതില് മുഴുവൻ കളർ അടിച്ചല്ല. എന്താ ഈ കളറടിക്കുന്ന അടുത്തത് ഞങ്ങൾ ചിലപ്പോ ചിത്രവരയായിട്ടായിരിക്കും. മാറ്റി എനിക്ക് എടുക്കായിരുന്നു. എന്തായി കേക്കണേ കണ്ടോ എന്റെ ഇത്രയായി. കുറച്ചുകൂടി ആവാനുണ്ട്. അടുത്തത് ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ചിത്രവരയായിട്ട് വരില്ലേ ദേവു? അതെ, ഞങ്ങള് പുതിയ ഡ്രോയിങ് ആയിട്ട് വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ എടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്തൊക്കെ ചെയ്യാം. സബ്സ്ക്രിപ്ഷനും ഡിസ്ക്രിപ്ഷനും മാറിപ്പോവാറുണ്ട് ഗൈസ്. അതുകൊണ്ട് എപ്പോഴും അവൾക്കൊരു തെറ്റ് പറ്റാറുണ്ട് ഗൈസ്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്, പണ്ട് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ആലോചിക്കണം, മറ്റുള്ളവരുടെ കയ്യിൽ ചിലപ്പോൾ മംഗ്ലീഷ് ഉണ്ടാവില്ല. നിങ്ങളുടെ എങ്ങനെയുണ്ട് ഗൈസ്? റേറ്റ് ചെയ്യൂ. 10 എത്രയാണെന്ന് കമന്റ് ചെയ്യണേ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു ഇതിന്റെ ഫ്ലോ നിങ്ങളുടെ ഹാർട്ട് ലോക്കറ്റ് ഉണ്ട്. നമുക്ക് റെഡോ പിങ്കോ എടുക്കുമ്പോ ഈ ലോക്കറ്റ് ഇടാം. ഗൈസ്, പിന്നെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ ചില ആൾക്കാരുടെ ഒന്നും മംഗ്ലീഷ് ഉണ്ടാവില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒന്നും. ഞങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുത്താൽ മതി. അവരുടെ അടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. ഞങ്ങളല്ലേ എന്താ ഞങ്ങൾ ചിലപ്പോ പേര് മാറ്റാനുള്ള സാധ്യത ഉണ്ട്. എന്താ വെച്ചാല് ചിലവര് ചെറിയ പരാതി പറയാനുണ്ട് ഞങ്ങളോട്. എന്താ ഇംഗ്ലീഷ് കീബോർഡ് ഇല്ല. അതുകൊണ്ട് ഞങ്ങക്ക് നല്ലോണം വിഷമാറുണ്ട്. അതുകൊണ്ട് ഞങ്ങള് ചിലപ്പോ പേര് മാറ്റും. എന്തായാലും വീഡിയോ ഇടാം. അതെ, വീഡിയോ ഞങ്ങൾ എന്തായാലും ചെയ്യും. പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പേരാണ് ധന്യ KC, പിന്നെ ആരോ കർക്കുളത്തിൽ വിപിൻ, ധന്യ KC, പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ട്. അവരുടെ പേര് ഞങ്ങൾക്ക് ചെറുതായിട്ട് ഓർമ്മയില്ല. അത് വരുന്ന വീഡിയോസിലൊക്കെ പറയാം. പിന്നെ ഞങ്ങള് നെയിം മീറ്റിംഗ് ചലഞ്ച് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതെ, അത് എന്താ ലീവിനാണ് നമുക്ക് പറ്റുള്ളൂ. കാരണം ലീവിനാണ് നമ്മൾ ഒരുമിച്ച് കാണാറുള്ളൂ. അതുകൊണ്ടാണ് ചിലപ്പോ ലീവിനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതെ, നമ്മളെന്തായാലും ചെയ്യാൻ നോക്കും. ഞങ്ങളുടെ എന്റെ അമ്മ പറയുന്ന മാർക്സ് ഒക്കെ ഞങ്ങൾ ക്യാപ്ഷനിലിടാം. നിങ്ങൾ അതൊന്ന് വായിച്ചാൽ മതി. ഞങ്ങള് യൂട്യൂബ് ചാനൽ നിർത്താനായിട്ട് ആദ്യം ആലോചിച്ചിരുന്നു. പിന്നെ ഞങ്ങള് നിർത്തണ്ട, പക്ഷെ ഇടയ്ക്കൊക്കെ വീഡിയോ, കാരണം ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഞങ്ങൾക്ക് അത്ര ആയിട്ടില്ലെങ്കിലും ഞങ്ങളൊരു ഇടയ്ക്കൊക്കെ വീഡിയോ ഇടും. ഞങ്ങൾ എന്തായാലും വീട്ടുകാരൊക്കെ ഇതിനെ സപ്പോർട്ടും ചെയ്യാറുണ്ട്. നിങ്ങളെയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി എന്നെ നിങ്ങളുടെ സപ്പോർട്ട് മതി ഞങ്ങൾക്ക്. എന്റെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? 10 എത്രയാണെന്ന് കമന്റ് ഇടുക. എന്നെ നോക്കൂ. ഒരു മിനിറ്റ്, എന്റെ കുറച്ച് നേരം കൂടി ഉണ്ടാവും കഴിയാൻ. ഇത് എന്റെ ഒന്നും നിങ്ങള് എന്താ കമന്റിൽ ഞാൻ സംസാരിക്കുമ്പോ അനങ്ങൊക്കെ ചെയ്യും. അതൊന്നും നിങ്ങൾ പറയരുത്. എന്റെ എത്ര ഉണ്ടെന്ന് നിങ്ങള് മാർക്കൊന്ന് കമന്റിൽ ഇടണം. എലിക്കുഞ്ഞിരുന്ന് മാല ഉണ്ടാക്കി ആവശ്യമില്ലാത്ത സമയത്ത് വായിൽ വരുന്ന എന്തും എന്റെ വായിൽ വരും. പക്ഷെ ആവശ്യമുള്ള സമയത്ത് ഒരു തേങ്ങ എന്റെ വായിൽ വരില്ല. എന്റെ മാല എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്റെ ചോക്കിറ്റ് മാലയാ.
എന്റെ ചോക്കറ്റ് അല്ല, എന്റെ സാധാ ലോക്കറ്റ് മാലയാണ്. അവളുടെ ചോക്കറ്റ് ആണെങ്കിൽ എന്റെ ലോക്കറ്റ് മാലയാണ്. എനിക്കൊന്നും കിട്ടണില്ല. വേദയ്ക്ക് ബ്ലൂ കിട്ടാൻ കുറച്ച് പാടാണ്. അതെ, ബ്ലൂ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്താ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഞങ്ങൾ കുറെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ എടുത്തിരുന്ന ബ്ലൂ ആയിരുന്നു. അപ്പൊ അതിൽ ഇഷ്ടം പോലെ ബ്ലൂ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ബ്ലൂ കിട്ടുന്നില്ല. ഇപ്പൊ കറക്റ്റ് രാത്രി 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ 8:30ക്ക് ഇവര് രണ്ടുപേരും അപ്പുറത്തെ വീട്ടിലാണ്. ഞങ്ങള് കസിൻസ് ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് വേദ, ദേവു, വൈക ഞങ്ങളുടെ ഒരു കോഡാണ് VDV6. അപ്പോ എനിക്കാണെങ്കിൽ 10 വയസ്സ്, ദേവ ചേച്ചിക്കാണെങ്കിൽ 11 വയസ്സ്, വൈക ചേച്ചിക്കാണെങ്കിൽ 12 വയസ്സ്. മലയാള മാസത്തിൽ പറയുകയാണെങ്കിൽ കുംഭം, മീനം, മേടം. ഇംഗ്ലീഷ് മാസത്തിൽ പറയുകയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ. രണ്ടുപേരേതാണ്. ഞാൻ മാത്രം വേറെ. അത് ഓട് വൺ ഔട്ട്. ഗൈസ് എനിക്കിവിടെ ഒന്നും കിട്ടും. അപ്പൊ നമുക്ക് അവസാനമായി ഈ പേളിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ കുറച്ചുണ്ടാക്കിയുള്ളൂ. എനിക്ക് ഇതില് പേളിട്ട് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കും. അല്ല, ജഡ്ജ്മെന്റ് നമ്മൾ ക്യാപ്ഷൻ ആയിട്ടിടും. അല്ല, അമ്മത്താരെ കൊണ്ട് കാണിച്ചിട്ട് വീഡിയോ ക്യാപ്ഷൻ ആയിട്ടിടാം. അമ്മത്താരനെ കൊണ്ട് കാണിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അവൻ സാധ്യതയുണ്ട്. കാരണം അമ്മത്താരനെ വീഡിയോയിലേക്ക് കയറ്റാൻ നല്ല നാണക്കാരിയാണ് അമ്മത്താര. അതുകൊണ്ട് അമ്മത്താരക്ക് അങ്ങനെ വീഡിയോയില് കയറാൻ അത്ര ഇഷ്ടമല്ല. ഇതാണ് ഗൈസ് എന്റെയും കൂടി ഒന്ന് നിങ്ങൾ 10ൽ എത്ര ഉണ്ടെന്ന് പറയാം. എന്റെ കുറച്ചുള്ളൂ. എന്റെ എന്താ. അപ്പൊ ഞങ്ങൾ ഇത് കാണിച്ചിട്ട് വരാം. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.